ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് ദിയാധനമായി ലഭിച്ചത് 47.5 കോടി രൂപ. ക്രൗഡ് ഫണ്ടിങ്ങിന്റെ വിവരങ്ങൾ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പുറത്തുവിട്ടു. 36 കോടിയോളം രൂപ ചെലവായി. ബാക്കി വന്ന തുക എന്തു ചെയ്യണമെന്ന് റഹീം നാട്ടിലെത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അകമഴിഞ്ഞാണ് ലോക മലയാളികൾ സഹായിച്ചത്. 34 കോടി രൂപയായിരുന്നു ജയിൽ മോചനത്തിന് ആവശ്യമുണ്ടായിരുന്നത്. ഉമ്മ ഫാത്തിമയുടെ കണ്ണുനീരും കുടുംബത്തിന്റെ ആശങ്കയും കണ്ടപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ചത് 47,87,65,347 രൂപ. സൗദി ബാലന്റെ കുടുംബത്തിനും അഭിഭാഷകന് നൽകിയതുമടക്കം 36,27,34,927 രൂപ ചിലവായി. ബാക്കി 11,60,30,30,420 രൂപ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയെന്ന് ഭാരവാഹികൾ. 47,87,65,347 രൂപ വരവും 36,27,34,927 കോടി ചെലവും ബാക്കി 11,60,30,420 ബാലൻസുമുണ്ട്. ഈ റഹീം നാട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ആ പണം എന്ത് ചെയ്യണം, എങ്ങനെ ചിലവാക്കണമെന്നൊക്കെ തീരുമാനിക്കും. സത്യത്തിൽ ഈ പണം എങ്ങനെ നമുക്ക് നമ്മുടെ സമാനമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാം എന്നാണ് നമ്മുടെ ബൈലോ പ്രകാരം എഴുതിയിട്ടുള്ളത്. 9 ലക്ഷം ആളുകളാണ് ചെറുതും വലുതുമായ സഹായം നൽകി ധനസമാഹരണത്തിൽ പങ്കാളികളായത്. അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായി റഹീം സഹായ സമിതി ഭിന്നിപ്പിലാണെന്ന വാർത്തയും ഭാരവാഹികൾ തള്ളി. 24 കോഴിക്കോട്. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി തമിഴ് ഭൂരിപക്ഷ മേഖലയായ ജാഫ്നയിൽ സിംഗള ഭൂരിപക്ഷമുള്ള ഇടത് സഖ്യത്തിന് ജയം. തമിഴ് പാർട്ടികൾ തോറ്റു. പ്രസിഡന്റ് അനുര ദിസനായകയുടെ NPP സഖ്യത്തിന് 225-ൽ 159 സീറ്റിലും ജയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിക്ക് ഭൂരിപക്ഷം. 225 സീറ്റുകളിൽ 159 സീറ്റ് നേടി. തമിഴ് വിഭാഗവും ന്യൂനപക്ഷവും കൂടുതലുള്ള ജാഫ്ന ജില്ല പിടിക്കാൻ കഴിഞ്ഞത് ചരിത്ര നേട്ടമായി. പ്രതിപക്ഷ പാർട്ടി നേതാവ് സജിത് പ്രേമദാസയുടെ യുണൈറ്റഡ് പീപ്പിൾസ് പവർ പാർട്ടിക്ക് 40 സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. സെപ്റ്റംബർ 23-നാണ് പ്രസിഡന്റ് അനുര ദിസനായകെ അധികാരമേറ്റത്. 50% താഴെ മാത്രം വോട്ട് ലഭിച്ചത് പാർലമെന്റിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് മുൻകൂട്ടി കണ്ട ദിസനായകെ ഒറ്റ ദിവസത്തിനുള്ളിൽ പാർലമെന്റ് പിരിച്ചുവിട്ടു. 2 മാസം കൊണ്ട് വലിയൊരു ശതമാനം ജനങ്ങളുടെ പിന്തുണ നേടാൻ ദിസനായകയ്ക്ക് കഴിഞ്ഞു. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വർഷങ്ങളോളം രാജ്യം ഭരിച്ച പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പിന്തള്ളിയാണ് ജനങ്ങൾ ദിസനായകയെ പിന്തുണച്ചത്. 5 വർഷമാണ് പാർലമെന്റിന്റെ കാലാവധി. ഇന്റർനാഷണൽ ഡെസ്ക് 24. സമാധാന സന്ദേശവുമായി കേരളത്തിലെത്തിയ മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുആയ്ജാന്റെ നേതൃത്വത്തിൽ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജമുഅ നമസ്കാരം നടന്നു. ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുആയ്ജാൻ സന്ദേശത്തിൽ പറഞ്ഞു. മതസഹിഷ്ണുതയും സമാധാന സന്ദേശവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹറം ഇമാമുമാരെ സൗദി അറേബ്യ അയക്കുന്നതിന്റെ ഭാഗമായാണ് മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുആയ്ജാൻ കേരളത്തിലെത്തിയത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജുമുഅ നമസ്കാരത്തിന് ഹറം ഇമാം നേതൃത്വം നൽകി. ഇമാമിന്റെ നേതൃത്വത്തിലുള്ള ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒട്ടേറെ പേരെത്തി. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ മജീദ് സൊലാഹി ഇമാമിന്റെ ഖുതുബ പരിഭാഷപ്പെടുത്തി. കൊച്ചിയിലെ പൗരപ്രമുഖരായും ഇമാം കൂടിക്കാഴ്ച നടത്തി. 24 കൊച്ചി. വിദേശ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒമാനിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇനി മുതൽ ലൈസൻസ് എടുക്കണമെന്ന നിർദ്ദേശം. രാജ്യത്തെ മാധ്യമ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഖാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചത്. നിയമം ലംഘിച്ചാൽ 1 മുതൽ 3 വർഷം വരെ തടവും 10,000 മുതൽ 20,000 വരെ ഒമാനി റിയാൽ പിഴയും ശിക്ഷയാണ്. കാലാവധി കഴിഞ്ഞാൽ ലൈസൻസ് ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയാലും ഇതേ ശിക്ഷ തന്നെ ലഭിക്കും. മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും.
മുത്തപ്പൻ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ മുത്തപ്പൻ മഹോത്സവം ഈ മാസം 17-ന് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കും. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് മലയിറക്കൽ, മുത്തപ്പൻ വെള്ളാട്ടം, മലകയറ്റൽ എന്നീ ചടങ്ങുകൾ നടക്കും. അന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ച് കേരളം. വയനാട്ടിൽ 19-ാം തീയതി LDF UDF ഹർത്താൽ. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകുമെന്ന വാദമാണ് BJP-യുടേത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേന്ദ്രം ആവർത്തിച്ചതോടെയാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങിയത്. 19-ന് ഹർത്താൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDF-ന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നൈറ്റ് മാർച്ച് നടത്തി. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്നും കേരളത്തിന് എന്താണ് കുഴപ്പമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ദുരന്തം ഒരു നാടിന് സംഭവിച്ചാൽ ആ നാടിന് ഒറ്റക്കതെല്ലാം നിർവഹിക്കാൻ കഴിയില്ല. അതിന് സഹായം വേണം, പിന്തുണ വേണം. ഇപ്പം നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റു ചില സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായി. ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു. പക്ഷെ ആ സഹായം നമുക്കും ലഭിക്കണ്ടേ? നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ? ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? എന്തേ നമുക്കുള്ള കുറവ്? കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. പ്രധാനമന്ത്രിയുടേത് മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമെന്ന് ടി സിദ്ദിഖ് MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം 19-ാം തീയതി കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി UDF ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് UDF പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ജില്ലയിലെ താലൂക്ക് ആസ്ഥാനങ്ങളിൽ UDF-ന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തും. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടതെന്നാണ് BJP-യുടെ ചോദ്യം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണക്കാർ മുൻ കോൺഗ്രസ് സർക്കാരാണെന്നും കുറ്റപ്പെടുത്തൽ. UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഷയം പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കാനാണ് LDF UDF തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ കോടതിയെ അറിയിക്കുമെന്ന് കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്ന വാദം ഹൈക്കോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് സംസ്ഥാനം കുറ്റപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അയച്ച കത്ത് സംസ്ഥാനം കോടതിയിൽ സമർപ്പിച്ചു. അപകടം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. ഇനി സഹായം അനുവദിക്കില്ലെന്ന് കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. കത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കേന്ദ്രത്തോടും വിശദീകരണം തേടി. ദുരന്തത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കാനുള്ള ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ല. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്രം അയച്ച കത്തിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വയനാട് പുനരധിവാസ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ആവശ്യത്തിന് തുകയുണ്ടെന്ന് കേന്ദ്രം ആവർത്തിച്ചു. കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ദുരിതബാധിതർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം 1 മാസം കൂടി തുടരും. 24 കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം വിശ്വാസത്തിലെടുത്ത് CPIM. കാര്യങ്ങൾ ഇ പി ജയരാജൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. വിവാദത്തിൽ ഇ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായാണ് ഇ പി ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. ആത്മകഥാഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തുവന്നത് തന്റേതല്ലെന്നാണ് ഇ പി ജയരാജന്റെ വിശദീകരണം. തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. ഇ പി ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല,
ഇതേവരെ എഴുതിയ ഭാഗത്തൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു. പ്രസിദ്ധീകരണശാല പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രസാധനമല്ല ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപിയെ തള്ളാതെയാണ് CPIM-ന്റെ പരസ്യ നിലപാട്. ഇ.പി. ജയരാജൻ എന്ന് പറയുന്നത് CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ്. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജയരാജനെതിരായിട്ടാണോ ഗൂഢാലോചിക്കണോ വല്ല കാര്യമുണ്ടോ? പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു തന്നെ മനസ്സിലാക്കാനായിട്ട്. ആത്മകഥാ വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി എങ്ങനെയും ബാധിച്ചില്ല. കാരണം ജയരാജൻ തന്നെ പറഞ്ഞു, ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ആ പ്രചാരവേല നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ DGPക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയാകും മുമ്പേ ഇ.പി. ജയരാജൻ മടങ്ങി. ഇതിനിടെ ഇ.പി. ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ആവശ്യമെങ്കിൽ ഇ.പി. ജയരാജനിൽ നിന്നും മൊഴിയെടുക്കും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ. ഇന്നലെ രാത്രി പുന്നപ്ര തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടത്. മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ പ്രദേശവാസിയായ യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ മോഷ്ടാക്കൾ എത്തുന്നത്. മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എടുത്ത് വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുക ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. അപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോൾ അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ടത്. കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് 2 പവന്റെ മാല നഷ്ടപ്പെട്ട മനോഹരന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3ാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത്. ഓയിലായിരുന്നു, പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ് പോലെ ഉണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ മൂക്കിലിടിച്ച, ഞാൻ ഇടിച്ച ഇടിയിലായിട്ട് മൂക്ക് മുറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രികാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഗ്ലൗസും കണ്ടെത്തി. 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങളവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ചടിച്ച് കഥകെ കൊട്ടുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി. ഇതിനിടെ മോഷ്ടാവെന്ന് നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7-അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. പാലക്കാട്ട് ഇരട്ട വോട്ട് വിവാദം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. പാലക്കാട്ടെ ഇരട്ടവോട്ട് ആരോപണം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ടർ BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ സമ്മതിച്ചു. ഇരട്ട വോട്ടിൽ നടപടിയില്ലെങ്കിൽ 18-ാം തീയതി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ടവോട്ടാണ് പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. BJPയെയും UDFനെയും ലക്ഷ്യം വെച്ച് CPIM ഉന്നയിച്ച ആരോപണമാണ് കത്തിപ്പടരുന്നത്. 2700 വോട്ട് വ്യാജമായി ചേർത്തുവെന്നാണ് ആരോപണം. എല്ലാ കോണുകളിൽ നിന്നും ആരോപണം വന്നതോടെയാണ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർബന്ധിതമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. ഇരട്ട വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ നടപടി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപണം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ സമ്മതിച്ചു. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം. തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്.
ഇരട്ട വോട്ടിനെപ്പറ്റി അന്വേഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ CPIM സ്വാഗതം ചെയ്തു. എന്നാൽ അന്വേഷണം പ്രഹസനമാകാൻ പാടില്ലെന്നാണ് CPIM നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രചാരണം സമാപിക്കുന്ന ദിവസം ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. 24 പാലക്കാട്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനെതിരെ വ്യാജ വോട്ടാരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡോക്ടർ P. സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് BJP ഭരിക്കുന്ന നഗരസഭയാണെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ P. സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും രംഗത്തെത്തി. അധിക്ഷേപം ഇനിയും തുടർന്നാൽ നിയമ നടപടിയെന്ന് ഇരുവരും പറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ CPIM ചേർത്ത അവസാനത്തെ കള്ളവോട്ട് P. സരിന്റേത്. സരിന്റെ കള്ളവോട്ട് ഉൾപ്പെടുത്തുന്നതിന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകി. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സരിന്റെ ഭാര്യയുടെ വോട്ടും വ്യാജ വോട്ട് എന്നും ആരോപണം. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചർച്ചയായതോടെയാണ് LDF സ്ഥാനാർത്ഥിയും ഭാര്യ ഡോക്ടർ സൗമ്യ സരനും മറുപടിയുമായി രംഗത്തെത്തിയത്. രാഷ്ട്രീയത്തിൽ ഇടപെടാത്തയാളാണ് താനെന്നും തന്നെ വ്യാജ വോട്ടർ എന്ന് വിളിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല, കാരണം അത് എന്റെ വഴിയല്ല. ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. 2018 വാങ്ങിയ വീടിന്റെ ആധാരം സഹിതം കാണിച്ചായിരുന്നു ഡോക്ടർ സൗമ്യ സരൻ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. താമസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന വീടിന്റെ മുകളിലാണ് താൻ താമസിച്ചിരുന്നതെന്നും താഴത്തെ നിലയിൽ താമസിക്കുന്നവർക്ക് അസൗകര്യമുണ്ടാകാതിരിക്കാനാണ് സ്ഥാനാർത്ഥിയായപ്പോൾ 250 മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയതെന്നും ഡോക്ടർ P. സരൻ പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത്. സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും സരൻ ചോദിച്ചു. 24 പാലക്കാട്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ രമ്യമായ പരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നിട്ടിറങ്ങുമെന്ന് മുസ്ലിം ലീഗ്. പ്രശ്നം പരിഹരിക്കുന്നതിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിഷപ്പുമാരെ കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് നിലപാടിനെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സ്വാഗതം ചെയ്തു. മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ 22-നാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പരിഹാര ഫോർമുലയുമായി ഇറങ്ങാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇതിനായി പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ബിഷപ്പുമാരെ കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. തങ്ങൾ അവിടുത്തെ അഭ്യുന്നതരായ ബിഷപ്പ്മാർ അവരുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പരിഹാര ശ്രമങ്ങളോട് ബിഷപ്പുമാരും സഹകരിക്കുമെന്നാണ് ലീഗ് കണക്ക് കൂട്ടുന്നത്. നിലപാടിനെ മുനമ്പം ഭൂസംരക്ഷണ സമിതി സ്വാഗതം ചെയ്തു. ഇത് പരിഹരിക്കണം. എവിടെയോ എന്തോ വന്ന ഒരു മിസ്റ്റേക്ക്, അത് വഖഫ് പ്രോപ്പർട്ടി അല്ല, അവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കോടാനുകോടി രൂപയുടെ അഴിമതി. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും പ്രകോപനപരമായ നിലപാടുകൾ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുനമ്പ നിവാസികളെ ഒരാളെപ്പോലും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജനും വ്യക്തമാക്കി. മുനമ്പം ഭൂസമര സമിതിയുടെ റിലേ നിരാഹാര സമരം 34-ാം ദിവസത്തിലേക്ക് കടന്നു. മുഖ്യമന്ത്രി 22-ന് വിളിച്ച യോഗത്തിൽ അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. 24 മലപ്പുറം. മാധ്യമങ്ങൾക്കും ലീഗ് നേതാവ് KM ഷാജിക്കുമെതിരെ സമസ്ത നേതാക്കൾ. തന്റെ പ്രസംഗം വളച്ചൊടിച്ചെന്ന് ഉമർ ഫൈസി മുക്കം. കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ചത് നിങ്ങളായിരിക്കുമെന്ന് ഷാജിക്ക് മറുപടി നൽകി അബ്ദുസലാം ബാഖവി. കോഴിക്കോട് സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലായിരുന്നു സമസ്ത നേതാക്കളുടെ പ്രതികരണം. ഖാസി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിചാരി സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഉമർ ഫൈസി. സമസ്ത തന്നെ തള്ളി പറഞ്ഞിട്ടില്ലെന്നും ഉമർ ഫൈസി. രണ്ടാളും പറഞ്ഞത്
തങ്ങന്മാര് കാതിയായ മഹല്ലയുടെ കൂട്ടായ്മയാണ്, അതിന് തിരക്കടൊന്നുമില്ല എന്നാ പറഞ്ഞത്. അതിന് ഞാനും പറഞ്ഞത്. പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ? ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളിയെന്ന. ഒലക്കേ തള്ളിയായി. ഞാൻ പറഞ്ഞതന്നെ പറഞ്ഞുള്ളൂ, ഞാനതേ പറഞ്ഞുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എടുത്തോളിട്ടോ, വേറെ കാര്യം നിങ്ങൾ ജീവിക്കണ്ടേ. മുനമ്പത്തെ വിവാദ ഭൂമി വഖഫ് സ്വത്താണെന്നും അത് ഒഴിഞ്ഞുകൊടുക്കണമെന്നും ഉമർ ഫൈസി ആവശ്യപ്പെട്ടു. അവിടെയുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നും നഷ്ടപരിഹാരം വഹാബികളിൽ നിന്ന് ഈടാക്കണമെന്നും ഉമർ ഫൈസി പറഞ്ഞു. സമസ്തയിൽ CPIM സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന KM ഷാജിയുടെ വിമർശനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാക്കവിയുടെ മറുപടി ഇങ്ങനെ: ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ, അതിന്റെ നേതാക്കളെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കുൽസിത ശ്രമം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതിന്റെ പ്രവർത്തനം ഏകദേശം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ കളത്തിലിറങ്ങി കളിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇനി കാത്തിരിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുറന്ന് പറയാൻ തീരുമാനിച്ചത്. CIC വിഷയത്തിൽ ഹക്കീം ഫൈസി ആദർശേരിക്കെതിരെയും രൂക്ഷ വിമർശനം. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ പറയേണ്ടി വരുമെന്നും അബ്ദുസലാം ബാക്കവി പറഞ്ഞു. SKSSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.